നന്ദി പറയണം എന്നാണ് പറയുന്നത്. കാരണം മനോഹരമായിരിക്കുന്ന പുഷ്പത്തിൽ നിന്നും നല്ല സുഗന്ധവാസന പുറത്തേക്ക് വരണമെങ്കിൽ കാറ്റിൽ അത് ചാഞ്ചാടുമ്പോൾ ആ പുഷ്പം ഈ മുള്ളുകളിൽ കൊള്ളുമ്പോഴാണ് അതിന്റെ ഇതളുകൾ മുറിഞ്ഞ് മനോഹരമായിരിക്കുന്ന ഗന്ധം വെളിയിലേക്ക് വരുന്നത്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾക്ക് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന മുള്ളുകൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മറന്നു പോകരുത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, യഹോവ എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഒരു കാലത്തും മറന്നു പോകരുത്. നന്ദിയോട് ഞാൻ പാടി സ്തുതിക്കും എന്ന മനോഹരമായ ഗാനം ഇപ്പോൾ നിങ്ങൾക്കായി ഇമ്മാനുവേൽ ഹെൻറി ആലപിക്കുന്നു. ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
സത്യദൈവത്തിൻ ഏകപുത്രന നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. ഒരു കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയും വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയും നന്ദിയോടെ ഞാൻ സ്തുതിപാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതിപാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു. ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെ മധ്യത്തിൽ ധാരാളം തമിഴ് മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു തമിഴ് ഗാനമാണ് അടുത്തത്. ജെയ്സൺ തൃശൂർ പാടുന്നു. ഈ ഗാനത്തിന്റെ ആശയം, തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം നേതാക്കന്മാർ നമ്മോടൊപ്പമുണ്ട്, അല്ലേ? അത് കഴിഞ്ഞോ? സ്ഥാനാർത്ഥികൾ നമ്മുടെ സമീപത്ത് അവർ വന്ന് വോട്ട് ചോദിക്കും. പക്ഷേ അത് കഴിഞ്ഞോ? ഒരുപക്ഷെ അവരെ കാണണമെങ്കിൽ തലസ്ഥാന നഗരിയിൽ പോകണം, അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങളിൽ പോകണം. പാലം കടക്കുവോളം ഡാഷ് ഡാഷ്, പാലം കടന്നു കഴിഞ്ഞാൽ ഡാഷ് ഡാഷ്. നമുക്കറിയാം, അതാണ് ലോകത്തിലെ നേതാക്കന്മാരുടെ അവസ്ഥ. എന്നാൽ ഞങ്ങൾ പാടുന്ന, ഞങ്ങൾ പ്രഘോഷിക്കുന്ന, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന യേശു എന്ന ഈ നേതാവ്, ആ നായകൻ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് യേശു കർത്താവാണ്. ലോകത്തിലെ എല്ലാ മഹാരഥന്മാരും അവർക്ക് പരിമിതികളുണ്ട്. കല്ലറയോടുകൂടി അവരുടെ ജീവിതം അവസാനിക്കും. ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി, ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന പ്രസിദ്ധമായ ദേവാലയത്തിൽ ഒട്ടേറെ കല്ലറകളുണ്ട്. ഷേക്സ്പിയറുടെയും അതുപോലെ ലോകപ്രശസ്തന്മാരായ വ്യക്തികളുടെയും ഐസക് ന്യൂട്ടന്റെയും ഒക്കെയും കല്ലറകൾ, ചക്രവർത്തികളുടെ കല്ലറകൾ, ആ കല്ലറകളൊക്കെയും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യെരുശലേമിലെ ഒരു കല്ലറയുണ്ട്, അത് തുറന്ന കല്ലറയാണ്. അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. പാപികൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വാഴുന്ന രാജാതിരാജാവിന്റെ കർത്താവിന്റെ ദൈവപുത്രനായ മനുഷ്യരക്ഷകനായ യേശുക്രിസ്തുവിന്റെ കല്ലറ. അവനെന്നെ ജീവിക്കുന്ന ദൈവമാണ്. അവൻ പറയുകയാണ്, ഞാൻ ലോകാവസാനം നിങ്ങളുടെ കൂടെയുണ്ട്. അതെ, അവനെ നായകനായി, അവനെ നേതാവായി സ്വീകരിച്ചാൽ അവൻ നമ്മളുടെ കൂടെയുണ്ട്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും, എല്ലാ പ്രയാസങ്ങളുടെ വേളകളിലും, എല്ലാ പ്രതിസന്ധികളിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ ആശയമുള്ള ഒരു ഗാനം, തമിഴ് ഗാനം, എല്ലാവരും യേശുവേ എന്നാരംഭിക്കുന്നത് ജെയ്സൺ. ഹലോ ഹലോ ഹലോ. எல்லோரும் இயேசுவை கொண்டாடுவோமா, ஒன்றாக கூடியாடி பாடிடுவோமா, நடனமாடி தோத்தரித்து
ஆராதிப்போமா நடனமாடி தோத்தரித்து ஆராதிப்போமா நன்றி நிறைஞ்ச உள்ளத்தோடு ஆர்ப்பரிப்போமா எல்லோரும் இயேசுவையை கொண்டாடுவோமா ஒன்றாக கூடியாடி பாடிடுவோமா எல்லோரும் இயேசுவையை கொண்டாடுவோமா ஒன்றாக கூடியாடி பாடிடுவோமா நடனமாடி தோத்தரித்து ஆராதிப்போமா நடனமாடி தோத்தரித்து ஆராதிப்போமா நன்றி நிறைஞ்ச உள்ளத்தோடு அர்ப்பரிப்போமா நன்றி நிறைஞ்ச உள்ளத்தோடு அர்ப்பரிப்போமா பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு எல்லோரும் இயேசுவையை கொண்டாடுவோமா ஒன்றாக கூடியாடி பாடிடுவோமா அநாதமாய் நின்ற போது இயேசு வந்தார் நம்மை அளவேன்ற என்று சொல்லி அரவானப்பா அநாதமாய் நின்ற போது இயேசு வந்தார் நம்மை அளவேன்ற என்று சொல்லி அரவானப்பா அப்பாவுக்கு நன்றி என்று சொல்வோமா அப்பாவுக்கு நன்றி என்று சொல்வோமா அப்பா இயேசுவுக்கு ஆராதனை செய்வோமா அப்பாவுக்கு நன்றி என்று சொல்வோமா இயேசுவுக்கு ஆராதனை செய்வோமா பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு எல்லோரும் இயேசுவையை கொண்டாடுவோமா ஒன்றாக கூடியாடி பாடிடுவோமா என்று சொல்லி பாரு இயேசு வருவார் தேவர் பிள்ளைகளை புறவுகளை கிள்ளி எறிவார் இல்லை என்று சொல்லி பாரு இயேசு வருவார் தேவர் பிள்ளைகளை புறவுகளை கிள்ளி எறிவார் உனக்கொருவன் இருக்கிறார் தெரியுமா உனக்கொருவன் இருக்கிறார் தெரியுமா இயேசு உள்ளவர்க்கு கவலை இல்லை தெரியுமா உனக்கொருவன் இருக்கிறார் தெரியுமா இயேசு உள்ளவர்க்கு கவலை இல்லை தெரியுமா பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு பாடு பாடு கைகொட்டி பாடு ஆடு ஆடு மேல தாளத்தோடு எல்லோரும் இயேசுவையை கொண்டாடுவோமா ஒன்றாக கூடியாடி பாடிடுவோமா
நம்பும் மனிதர் உன்னை கைவிடலாம், உன் எருக்கத்திலே உன்னை விட்டு ஓடிடலாம். நம்பும் மனிதர் உன்னை கைவிடலாம், உன் எருக்கத்திலே உன்னை விட்டு ஓடிடலாம். நான் வாழ பிறவி எடுக்கும் மனிதனே, நான் வாழ பிறவி எடுக்கும் மனிதனே, நீ உயர்வான ஜீவன் தந்த தேவனே. நான் வாழ பிறவி எடுக்கும் மனிதனே, நீ உயர்வான ஜீவன் தந்த தேவனே. பாடு பாடு கைவொட்டி பாடு, ஆடு ஆடு மேல தாளத்தோடு, பாடு பாடு கைவொட்டி பாடு, ஆடு ஆடு மேல தாளத்தோடு. எல்லோரும் இயேசுவையை கொண்டாடுவோமா, ஒன்றாக கூடி ஆடி பாடிடுவோமா. எல்லோரும் இயேசுவையை கொண்டாடுவோமா, ஒன்றாக கூடி ஆடி பாடிடுவோமா. நடனமாடி போத்தரித்து ஆராதிப்போமா, நடனமாடி போத்தரித்து ஆராதிப்போமா. நன்றி நிறைஞ்ச உள்ளத்தோடு ஆர்ப்பரிப்போமா, நன்றி நிறைஞ்ச உள்ளத்தோடு ஆர்ப்பரிப்போமா. பாடு பாடு கைகொட்டி பாடு, ஆடு ஆடு மேல தாளத்தோடு, ஆடு பாடு கைகொட்டி பாடு, ஆடு ஆடு மேல தாளத்தோடு, ஆடு பாடு கைகொட்டி பாடு, ஆடு ஆடு மேல தாளத்தோடு. ഏതു വ്യക്തിയും ആഗ്രഹിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നെ സ്നേഹിക്കുവാൻ ഒരാൾ വേണം. സ്നേഹത്തിനു വേണ്ടി മനുഷ്യന്റെ ഹൃദയം വെമ്പുകയാണ്. ലോകത്തിലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും അധികം സ്നേഹമുള്ളത് സാധാരണ നാം വിചാരിക്കുന്ന മനുഷ്യനാണ് എന്നാണ്. എന്നാൽ അല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും അധികം സ്നേഹം തന്റെ കുഞ്ഞിനോടുള്ളത് കുരങ്ങിനാണ്. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർ തള്ളക്കുരങ്ങിന് അതിന്റെ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നറിയാനായിട്ട് ഒരു ഗ്ലാസ് ടംബ്ലറിലാക്കി തള്ളയും അതിന്റെ കുഞ്ഞിനെയും കൂടെ. എന്നിട്ട് അതിനുള്ളിലേക്ക് വെള്ളമൊഴിക്കാനായിട്ട് തുടങ്ങി. ഈ തള്ള തന്റെ കുഞ്ഞിനെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് തന്റെ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. അവർ നിർത്തിയില്ല, വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. ഈ തള്ള ആ കുഞ്ഞിനെ എത്രയും ഉയർത്താമോ അത്രയധികം ഉയർത്തി. അവസാനം പിന്നെയും അവർ വെള്ളമൊഴിച്ച് ആ തള്ളയുടെ മൂക്കോളം വെള്ളം എത്തിയപ്പോൾ ആ തള്ള ചെയ്തത് തന്റെ കുഞ്ഞിനെ താഴേക്കിട്ട് ആ കുഞ്ഞിന്റെ മുകളിൽ കയറി നിന്ന് വെളിയിലേക്ക് ചാടി. ഏറ്റവും അധികം സ്നേഹിക്കുന്ന തള്ളക്കുരങ്ങ് പോലും തന്റെ ജീവൻ രക്ഷിക്കേണ്ട സ്ഥാനമായപ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സ്വന്തം ജീവനെ നൽകിയ ഒരു വ്യക്തിയുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം അഗാധമാണ്, അനന്തമാണ്. ഇതുപോലെ ഉള്ള സ്നേഹം വേറെ എങ്ങും കാണുവാൻ കഴിയില്ല. ആകാശം പോലെ വിശാലമായിരിക്കുന്ന ആ സ്നേഹം എത്രയോ അഗാധമാണ്. ഈ ആശയം വരുന്ന മനോഹരമായ ഒരു ഗാനം ക്രൈസ്തവ ഗോളത്തിനും സുപ്രസിദ്ധ ആയിരിക്കുന്ന ഗായിക ജൂലിയ സണ്ണി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഞാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു.
സ്നേഹമെത്ര അഗാധം ആകാശം പോലെ വിശാലം നാഥാ നിൻ സ്നേഹമെത്ര അഗാധം പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തം പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തം ആകാശം പോലെ വിശാലം നാഥാ നിൻ സ്നേഹമെത്ര അഗാധം
പോലെ വിശാലം നാഥാനി സ്നേഹമെത്ര അഗാധം. ഇന്നലെ ഉച്ചയ്ക്കത്തെ ചൂട് എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് 38 ഡിഗ്രി ആയിരുന്നു. 40, 41, 42 ഒക്കെ ആകും. തൃശ്ശൂരൊക്കെ അതിൽ കൂടുതലാണെന്നാണ് തൃശ്ശൂരിൽ നിന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞത്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് ദുഷ്പ്രവൃത്തിക്കാരൊക്കെയും അഹങ്കാരികളൊക്കെയും താളടിയാകും. ഇത് വേദപുസ്തകം മാത്രം പറയുന്ന കാര്യമല്ല. 1.5 മാസം മുമ്പ് ഇംഗ്ലീഷ് ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നവർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിഭയാനകമായ ചൂട് ഈ ഭൂമിയെ ഗ്രസിക്കുവാൻ തുടങ്ങുന്നു. ഒരു അഗ്നിനാളം പോലെ അഗ്നിച്ചുണ്ടുകൾ ഈ ഭൂമിയെ നക്കിത്തുടയ്ക്കുവാൻ പോകുന്നു. ആ ലേഖനത്തിൽ വേദപുസ്തകത്തിലെ മറ്റൊരു വാക്യം കൂടി ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പത്രോസ് എന്ന ക്രിസ്തുശിഷ്യൻ എഴുതിയ ഒരു ലേഖനത്തിലെ ഒരു വാചകം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ സംഭവിക്കാൻ പോകുന്നു, ആ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ലേഖകൻ പറഞ്ഞത്. ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഏതോ മുക്കിലും മൂലയിലും ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ കത്തി എഴുതാൻ പോകുന്ന വലിയ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത്രേ. അനന്തവിദൂര ഭാവിയിൽ ഈ ഭൂമി മുഴുവൻ ചുട്ട് ചാമ്പലാക്കപ്പെടാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അസ്ഥിവാരം തോണ്ടാൻ പോകുന്നു എന്ന് ചുരുക്കം. പക്ഷേ അത് അവസാനമല്ല, അത് ആരംഭം മാത്രമാണ്. ഈ ഭൂമിയും ലോകവും ഒക്കെ അവസാനിക്കും, പക്ഷേ അത് മറ്റൊരു പുതുമയുടെ, മറ്റൊരു പുതിയൊരു കാര്യത്തിലേക്കുള്ള തുടക്കമാണ്. അനന്തമായ ഒരു ജീവിതം, ഒരു നിത്യത, അവസാനമില്ലാത്ത ഒരു കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ നിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? തെരഞ്ഞെടുപ്പ് നിന്റേതാണ്. എന്താണ് നീ തെരഞ്ഞെടുക്കുക? ആരെയാണ് നീ തെരഞ്ഞെടുക്കുക? നിന്റെ ജീവിതത്തിന്റെ നായകനായി ആരെ തീരുമാനിക്കും? അതിന്റെ അടിസ്ഥാനത്തിലാണ് നിത്യത മുഴുവൻ നീ എവിടെ ആയിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒന്നുകിൽ ദൈവത്തോടൊത്ത് സന്തോഷത്തിന്റെ പൂർണ്ണതയായ സ്വർഗത്തിൽ, അല്ലെങ്കിൽ പിശാചിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള നരകത്തിൽ. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി പാപം ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ നിത്യത മുഴുവൻ സ്വർഗത്തിൽ. യേശുവിനെ വേണ്ട എന്ന് തിരസ്കരിക്കുന്നവർ പരിപൂർണമായ നരകത്തിൽ നിരന്തരം പതിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അടുത്ത ഗാനം ആ ആശയം നൽകുന്നതാണ്. ചൂള പോലെ കത്തുന്ന ദിവസം വരും. ഷിജോ പീറ്റർ പാടും. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. നീ വരുമോ രക്ഷ നേരിടാൻ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേരിടാൻ യേശുവിൻ സന്നിധിയിൽ? ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. ഭൂമി കുലുങ്ങിടും, പാറ പിളർന്നിടും, മാമലകളെല്ലാം തകർന്നിടും.
ഭൂമി കുലുങ്ങിടും, പാറ പിളർന്നിടും, മാമലകളെല്ലാം തകർന്നിടും. അമ്പര ചുംബികൾ, വീടുകൾ, മേടുകൾ എല്ലാം തകർന്നു പതിക്കും. അമ്പര ചുംബികൾ, വീടുകൾ, മേടുകൾ എല്ലാം തകർന്നു പതിക്കും. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂവിൽ നിറഞ്ഞിടും. സൂര്യചന്ദ്രാദികൾ ആകെ ഇരുണ്ടിടും, അന്ധത ഭൂവിൽ നിറഞ്ഞിടും. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോക്ഷം തരില്ല സത്യം. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോക്ഷം തരില്ല സത്യം. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. നീ വരുമോ രക്ഷ നേടിടാൻ യേശുവിൻ സന്നിധിയിൽ? നീ വരുമോ രക്ഷ നേടിടാൻ യേശുവിൻ സന്നിധിയിൽ? ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിനായ വിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. താങ്ക് യു. ഒരിക്കലും വഴിയിലൂടെ നടന്നുപോയ ഒരു മനുഷ്യൻ ഒരു കല്ലുങ്കിൽ ഇരിക്കുന്ന വേറൊരു കൊച്ചു മനുഷ്യനെ കണ്ടു. മുഖത്ത് മുഴുവനും മ്ലാനതമായ മുഖത്തോടുകൂടെ ദുഃഖഭാവത്തോടുകൂടി ഇരിക്കുന്ന ആ കൊച്ചു മനുഷ്യനെ നോക്കിയിട്ട് ഈ വഴിയെ നടന്നുപോയ മനുഷ്യൻ ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷാദത്തോടെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു സന്തോഷവുമില്ല. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, സന്തോഷമില്ലെന്നല്ലേ? അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൊട്ടടുത്ത് ഒരു സർക്കസ് നടക്കുന്നുണ്ട്. ആ സർക്കസ് കൂടാരത്തിൽ ഒരു കൊച്ചു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ വേലകൾ കണ്ടാൽ ചിരിക്കാത്തവരാരുമില്ല. അങ്ങോട്ട് പോയിക്കൊള്ളൂ, 2 മണിക്കൂർ നിങ്ങൾക്ക് കുടുകുടെ ചിരിക്കാം. ഈ ചെറിയ മനുഷ്യൻ നോക്കിയിട്ട് ചോദിച്ചു, അല്ല, ആ സർക്കസ് കൂടാരത്തിൽ ആയിരങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വേലകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൊച്ചു മനുഷ്യൻ മറുപടി പറഞ്ഞു, ആയിരങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാ. ആയിരങ്ങളെ കുടുകുടെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിരിച്ചിട്ടില്ല. സമാധാനമില്ല, സന്തോഷമില്ല, നിരാശയുടെ നീർച്ചുഴിയിൽ ഞാൻ നട്ടം തിരികെയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സമാധാനം വേണമോ? സന്തോഷം വേണമോ? ജീവിതം നിരാശയിലാണോ? ഈ ലോകത്തിനത് തരുവാൻ കഴിയുകയില്ല. ലോകം നിങ്ങൾക്ക് സന്തോഷം തരികയില്ല. ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. ലോകം നിങ്ങളെ അനുദിനം അസമാധാനത്തിലേക്കും അസന്തുഷ്ടിയിലേക്കും നിരാശയിലേക്കും തള്ളിവിടുകയുള്ളൂ. അതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരൊറ്റ തെരഞ്ഞെടുപ്പ്. രക്ഷിതാവായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കൈവരും. നിരാശ മാറും, ജീവിതം ധന്യമായിട്ട് തീരും. ഈ ലോകം തരികില്ല സന്തോഷം, സമാധാനം എന്നുള്ള മനോഹരമായ ഗാനം ക്രൈസ്തവ കരളിക്ക് ഏറെ സുപരിചിതനായ ഗായകൻ ജോൺ ലീ നിങ്ങൾക്കായി ആലപിക്കുന്നു. നമുക്ക് സഹൂദം ശ്രദ്ധിക്കാം.
ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. സന്തോഷം സമാധാനം
അഭയം തേടുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കും, സുഹൃത്തെ കയ്യിലെ കാശുകൾ എന്തിനാ പാടുപെടുന്നത്? അദ്ദേഹം പറയും സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ വേഗം ചെയ്യുന്നത്? സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇതൊന്നും സമാധാനം തരില്ല. താൽക്കാലികമായ സന്തോഷം, താൽക്കാലികമായ സമാധാനം മാത്രം നൽകുവാൻ മാത്രമേ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്കോ അല്ല ഒരുപക്ഷെ നാം തെരഞ്ഞെടുക്കുന്ന ഇത്തരം നേതാക്കന്മാർക്കോ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ നേതാവ്, നാം തെരഞ്ഞെടുക്കേണ്ട നേതാവ്, അവൻ യഥാർത്ഥ സന്തോഷവും സമാധാനവും തരുന്നവനാണ്. അവനെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അല്പം ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ബഹുമാന്യ സുഹൃത്ത് ചാണ്ടപ്പള്ളക്കൽ നമ്മോട് സംസാരിക്കുന്നു. അതിനുശേഷം ഇമാനുവൽ ഹെൻറി ലോകമെങ്ങുമുള്ള വേദികളിൽ പാടാറുള്ള ഒരു ഗാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരമായ ഒരു ഗാനമാണ്. ആ ഗാനം ഈ സന്ദേശത്തിന് ശേഷം നമുക്ക് കേൾക്കാം. ചാണ്ടപ്പള്ളക്കൽ. ഏതാണ്ട് 125 കോടി വരുന്ന ഭാരതത്തിലെ ജനം തങ്ങളുടെ ഭരണം ആരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ ഞങ്ങളുണ്ട് ഭരിക്കാൻ എന്നുള്ള താൽപര്യത്തോടുകൂടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലൂടെ സ്ഥാനാർത്ഥികൾ അങ്ങുമിങ്ങും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി പാട്ടും മേളങ്ങളും പ്രഭാഷണങ്ങളുമായി പത്തനംതിട്ടയുടെ ഹൃദയഭാഗമായ ഈ ബസ് സ്റ്റാൻഡിന്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾക്കും വരുവാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മനുഷ്യഹൃദയത്തെ തൊട്ടുണർത്തുന്ന, മനുഷ്യഹൃദയത്തെ സ്വർഗീയ വികായസിലേക്ക് ഉയർത്തുന്ന വളരെ സ്വരമാധുര്യമുള്ള ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഈ സ്ഥലത്തും ഞങ്ങൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രചരണം ഈ ലോകത്തിൽ ഭാരതത്തിന്റെ മണ്ണിൽ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രചരണമല്ല. അത് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരു ഫ്ലെക്സ് ഈ സ്റ്റേജിൽ പുറകിലായി വലിച്ചു കെട്ടിയിട്ടുണ്ട്. നിങ്ങളാരെ തെരഞ്ഞെടുക്കുമെന്നുള്ളത്. ഈ ചോദ്യം ഇന്ന് ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യമല്ല. ഏതാണ്ട് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 33.5 വയസ്സ് വരുന്ന ഒരു യുവാവ് തല മുതൽ പാദം വരെ രക്തഭിക്ഷിക്തനായി ബന്ധിക്കപ്പെട്ടവനായി റോമ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ യുവാവിന്റെ അപ്പുറത്ത് ആ നാട്ടിൽ ആ കാലത്ത് എല്ലാവർക്കും വളരെ തലവേദന ഉളവാക്കിക്കൊണ്ട് ജീവിച്ച കള്ളനും കവർച്ചക്കാരനുമായ ബറബാസ്. പീലാത്തോസ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വളരെ ചൂടോടുകൂടെ നിൽക്കുന്ന ജനതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇവരിൽ ആരെ നിങ്ങൾക്ക് വേണം? ആ ജനം ഒന്നടങ്കെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. എങ്കിൽ യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? അവര് മറുപടി കൊടുത്തു, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. ഇന്നും കള്ളനും കവർച്ചക്കാരുടെയും പുറകെ ലോകം നീങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുറകെ പോകുവാൻ പലർക്കും താൽപര്യമില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വൈകുന്നേര സമയത്ത് ഇവിടെയും ഉന്നയിക്കുന്നത്, നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന സഖ VMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാം,
ഞാൻ അറിഞ്ഞിട്ടുള്ള കഥകളിൽ ശരി എത്രയുണ്ട് തെറ്റെത്രയുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഒന്നറിയുന്നു, കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ലോകത്തിൽ ഏതൊരു നേതാവിനെ അനുഗമിക്കുന്നതിനേക്കാൾ ലക്ഷോപലക്ഷം കോടാനുകോടികൾ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എത്രയോ ശരിയാണ്. ലോകചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യനത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 20-21 നൂറ്റാണ്ടുകളുടെ ചരിത്രമെടുത്തു പഠിച്ചാൽ യേശുക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിക്കുന്നതുപോലെ ഇതപര്യന്തം ലോകത്തിൽ ഒരു സാമ്രാട്ടിന്റെ പിൻപ്, ഒരു മഹാരഥന്റെ പിൻപ്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിൻപ് നാളിതുവരെ ആരും തന്നെ അനുഗമിച്ചിട്ടില്ല, അനുഗമിക്കുകയുമില്ല. എന്താണതിന്റെ കാരണം? തെരഞ്ഞെടുക്കുവാൻ യോഗ്യനായവൻ ഈ അവനിയുടെ മുഖത്ത് ഒരുവൻ മാത്രമേയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കാലങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ ഒരു വലിയ കോൺഫറൻസ് ഹാളിൽ വലിയൊരു കൂട്ടം സാഹിത്യകാരന്മാർ ഒരുമിച്ചിരുന്ന് വിവിധമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാഹിത്യകാരൻ ഒരു കുസൃതി ചോദ്യം മറ്റുള്ളവരോട് ചോദിച്ചു. നാം ഈ വിശാലമായ കോൺഫറൻസ് ഹാളിൽ ഒരുമിച്ചിരുന്ന് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിൽ നിന്നും മരിച്ചു മാറ്റപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു മഹാൻ നമ്മുടെ മുറിയിലേക്ക് വന്നാൽ, ഹാളിലേക്ക് വന്നാൽ നാം എന്തു ചെയ്യണം? അപ്പോൾ മറ്റൊരു സാഹിത്യകാരൻ അതിന് മറുപടി കൊടുത്തു, അങ്ങനെ ഒരാൾ വന്നാൽ നാം എല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കണം. അപ്പോൾ വേറെ ഒരു സാഹിത്യകാരൻ മറ്റൊരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, അങ്ങനെ വരുന്നത് യേശുക്രിസ്തുവാണെങ്കിൽ നാം എന്തു ചെയ്യണം? അതിന് മറുപടി കൊടുത്തത് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ഡോക്ടർ ചാൾസ് ലാംബായിരുന്നു. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: യേശുക്രിസ്തുവാണ് ഇപ്പോൾ ഈ ഹാളിലേക്ക് വരുന്നതെങ്കിൽ നാം എഴുന്നേറ്റ് നിന്നാൽ പോരാ, നാം എല്ലാവരും അദ്ദേഹത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ ലോകം ഇതപര്യന്തം കണ്ടിട്ടുള്ളതിൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യൻ ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ട് യേശുക്രിസ്തു യോഗ്യനായിരിക്കുന്നു? തെരഞ്ഞെടുക്കപ്പെടുവാൻ ക്രിസ്തു എന്തുകൊണ്ട് യോഗ്യനായിരിക്കുന്നു എന്നുള്ളത് ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് വിശദീകരിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തു തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നു? ഒന്ന്, യേശുക്രിസ്തു ജനനം കൊണ്ട് യോഗ്യനാണ്. ലോകത്തിൽ എത്രയോ മഹാരഥന്മാർ ജനിച്ചിട്ടുണ്ട്, അതുപോലെയല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സന്ധ്യാസമയത്ത് ഞാനിവിടെ ഓർപ്പിച്ചാൽ അവിടുത്തെ ജനനം നിസ്തുല്യ ജനനമാണ്. അവിടുന്ന് ജനിച്ചതുപോലെ ഇതപര്യന്തം ആരും തന്നെ ജനിച്ചിട്ടില്ല. അത്ര നിസ്തുല്യമായ ജനനം യേശുക്രിസ്തുവിന്റെ ജനനം. എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ വ്യക്തമായ 2-3 മറുപടികൾ വേഗത്തിൽ പറയാം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ജനനം പാപരഹിതമായ ജനനമായിരുന്നു. ഈ ലോകത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യ സമൂഹത്തെയും ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മധുരഗായകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദാവീദ് രാജാവ് ഇങ്ങനെ പാടി: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളായിട്ട് ജനിക്കുന്നു എങ്കിൽ യേശുക്രിസ്തു ലോകചരിത്രത്തിലേക്ക് ജനിച്ചത് പാപരഹിതനായിട്ടാണ് ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ് മറിയയോട്: നിന്നിൽ നിന്നുത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പുരുഷ സമ്പർക്കം കൂടാതെ ലോകത്തിലേക്ക് ജനിച്ചവനാണ്. ബൈബിളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഓർപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്: ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ ജനിച്ചു. ഈ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും
സ്ത്രീയുടെ സന്തതിയായിട്ടല്ല ഈ ലോകത്തിൽ ജനിച്ചത്, പുരുഷ സന്തതിയായിട്ടാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പുരുഷ സമ്പർക്കം കൂടാതെ, രക്തം കൂടാതെ, ജഡത്തിന്റെ ഇഷ്ടം കൂടാതെ, ദൈവത്തിന്റെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ കന്യകയുടെ മകനായി കാലത്തിലേക്ക് ജനിച്ചവനാണ് ഈ കർത്താവായ യേശുക്രിസ്തു. അവിടുത്തെ ജനനത്തിന്റെ മറ്റൊരു പ്രത്യേകതയെന്ന് പറയുന്നത് അവിടുത്തെ ജനനം മുൻപുകൂട്ടി എഴുതിയിരുന്ന പ്രവചന നിവൃത്തിയാണ്. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിനും 500 വർഷങ്ങൾക്ക് മുൻപ്, 750 വർഷങ്ങൾക്ക് മുൻപ്, 1000 വർഷങ്ങൾക്ക് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുൻപ്, 3000 വർഷങ്ങൾക്ക് മുൻപ് ദീർഘദർശികളായ പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ ദർശിച്ചു എന്ത്? യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി ലോകത്തിലേക്ക് ജനിക്കുമെന്ന്. പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, യേശുക്രിസ്തു ഏത് പട്ടണത്തിൽ ജനിക്കുമെന്ന് 500 വർഷം മുൻപ് എഴുതി. യേശുക്രിസ്തു ആരിലൂടെ ജനിക്കുമെന്ന് 700 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു. മീഖ എന്ന പ്രവാചകൻ ക്രിസ്തുവിന് 500 വർഷം മുൻപ് യേശുക്രിസ്തു ഏത് പട്ടണത്തിൽ ജനിക്കുമെന്ന് രേഖപ്പെടുത്തി. അതിങ്ങനെയാണ്: നീയോ ബേഥലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ നീ എത്ര ചെറുതായിരുന്നാലും ഇസ്രയേലിനെ മേയ്ക്കുവാനുള്ള അധിപൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ ജനനം അത് ബേഥലഹേമിലായിരിക്കുമെന്ന് മുൻപുകൂട്ടി പ്രവചിച്ചു. യേശുക്രിസ്തുവിനും 750 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദീർഘദർശിയായ യെശയ്യാവ് യേശു ആരിലൂടെ ജനിക്കുമെന്ന് വ്യക്തമായി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനം മുന്നെഴുതിയ തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. അനേക മഹാരഥന്മാർക്കു ജന്മം കൊടുത്ത ലോകത്തിൽ, നിരവധി തത്വചിന്തകന്മാരെ വാർത്തെടുത്ത ലോകത്തിൽ, അനേക കവി പുങ്കവന്മാരെ വളർത്തിയെടുത്ത ലോകത്തിൽ അവരിൽ ആരെക്കുറിച്ചും എഴുതാത്തതുപോലെ ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻപുകൂട്ടി രേഖപ്പെടുത്തിയതിനാൽ യേശുക്രിസ്തു ജനനം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണെന്ന് വ്യക്തമാക്കുകയാ ചെയ്തത്. മറ്റൊരു വസ്തുത പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു ചരിത്ര സത്യമാണ്. ക്രിസ്തുവിന്റെ ജനനം ചരിത്ര സത്യമല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു ചെറിയ ലൈബ്രറിയുണ്ട്. ആ ലൈബ്രറി പുസ്തകത്തിന്റെ ഇടയിൽ ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാണ്. ഇതെഴുതിയത് പരേതനായ ജോസഫ് ഇടമറുകാണ്. 1970കളുടെ ആരംഭത്തിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. വളരെ അല്പം കുറച്ചു പേജുകൾ മാത്രമുള്ള ഒരു ചെറു ഗ്രന്ഥം. ഞാൻ ഒറ്റയിരിപ്പിൽ വർഷങ്ങൾക്ക് മുൻപ് അതിന്റെ ആദ്യത്തെ പേജ് മുതൽ ഒടുവിലത്തെ പേജ് വരെ വായിച്ചു തീർത്തപ്പോൾ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ജോസഫ് ഇടമറുക ശുദ്ധ അസംബന്ധമാണ് ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു തമാശ എനിക്കതിനകത്ത് തോന്നിയത്, ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച ഡേറ്റ് അതിലെഴുതിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 1976 എന്നൊക്കെയാണ്. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ലെന്നു സ്ഥാപിക്കുവാൻ ജോസഫ് ഇടമറുക് ഉപയോഗിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനവർഷം എഴുതിയിരിക്കുന്നത് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തി നീക്കുവാൻ ലോകത്തിലാരെ കൊണ്ട് കഴിയുകയില്ല. ഫ്രഞ്ച് നാസ്തികനായ റനാൻ അതിനെ സംബന്ധിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ചരിത്രം അഗ്രാഹ്യമാണ്, അപൂർണമാണ്. വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവിനെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തി നീക്കിയാൽ ആ ചരിത്രം അപൂർണമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിസ്റ്റോറിയാണ്. ചരിത്രം അവന്റെ ചരിത്രമാണ്. ചരിത്രത്തിന്റെ നാഴികക്കല്ലായി, ചരിത്രത്തിന്റെ നട്ടെല്ലായി, കാലത്തിന്റെ തികവിൽ കന്യകയുടെ മകനായി കടന്നുവന്ന കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ചരിത്ര പുരുഷനാണ്. അതെ, തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യനാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേര് നേടണം. യേശുവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം രക്ഷിതാവെന്നാണ്. എവിടെ നിന്ന് രക്ഷിക്കുന്നവൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഇന്ന് അനേകര് പറയുന്നുണ്ട് യേശുക്രിസ്തു അവിടുന്ന് ഒരു മതസ്ഥാപകനാണ്.
യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകനാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആരെങ്കിലുമൊക്കെ ഈ രണ്ട് ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരായിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോട് ഞങ്ങളവരെ ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകനല്ല, ക്രിസ്തു ഒരു മതസ്ഥാപകനുമല്ല. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുമതത്തിന്റെ നാലുകെട്ടിനുള്ളിൽ കൂച്ചും വിലങ്ങും കൊടുത്ത് ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരാളത്വമല്ല ഈ കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് മതത്തിനും അതീതനാണ്. യേശുക്രിസ്തു സ്ഥാപിച്ചതല്ല ഇവിടുത്തെ ക്രിസ്തുമതം. യേശു ലോകത്തിൽ ജനിച്ചു, മരിച്ച്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 1-2 നൂറ്റാണ്ടുകൾ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ മതം ഇവിടെയുണ്ടായത്. അതുകൊണ്ട് മതത്തിനല്ല കാര്യം, വ്യക്തിക്കാണ് കാര്യം. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനെന്ന് പറയാനുള്ള കാരണം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശമാണ്. ഞാൻ വിവിധ വശങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അനേക ആൾക്കാർ ഇവിടെ വന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വരവിന്റെ ഉദ്ദേശങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശങ്ങളും കൂടെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ അജഗജാന്തരമാണ്. ഇരുടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആകയാൽ യേശുക്രിസ്തു മാത്രമാണ് പാപങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ പാരിലേക്ക് വന്നത്. ബൈബിൾ പറയുന്നുണ്ട് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ദൈവദാസന്മാർ ആവർത്തിച്ചോർപ്പിച്ച ഒരു വസ്തുതയുണ്ട്. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത്? എന്ത്? ഇവിടുത്തെ ഭൗതികവാദികൾ എന്താ പഠിപ്പിക്കുന്നത്? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് അവർ പറയുന്നത് ഊണരി, ഉടുതുണി, പാർപ്പിടം, ജോലി എന്നൊക്കെയാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്നെന്ന വണ്ണം അന്നും ഹൈസ്കൂളിൽ നിന്ന് സമരത്തിനു വേണ്ടി ചില സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾ ഇറങ്ങാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അവർ നിരനിരയായിട്ട് നടന്നു പോകുകയാണ്. വലങ്കൈയെങ്കിൽ വലങ്കൈ, ഇടങ്കൈയെങ്കിൽ ഇടങ്കൈ, അത് ചുരുട്ടി ആകാശത്തിലേക്ക് വീശിക്കൊണ്ടൊരു ചോദ്യമാണ്, അരിയെവിടെ, തുണിയെവിടെ, പറയൂ പറയൂ സർക്കാര്. ഞാൻ അന്നൊരു കാര്യം മനസ്സിലായി, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് അവൻ കാണുന്നത് അരിയും തുണിയുമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക ഘടകമായ ഡിവൈഎഫ്ഐക്കാര് മറ്റൊരു മുദ്രാവാക്യം മുടക്കി, തൊഴിലല്ലെങ്കിൽ ജയിൽ. അപ്പോഴും ഞാനൊരു കാര്യം മനസ്സിലാക്കി, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് അവൻ കാണുന്ന മറ്റൊന്ന് തൊഴിലാണ്. അങ്ങനെ ഊണരി, ഉടുതുണി, തൊഴില്, പാർപ്പിടം, ഇതൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനൊരു വസ്തുത പറയാം, ഇതൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് വരികിൽ ഇതെല്ലാമുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണം? നമുക്കറിയാം, അക്ഷര കേരളം, സുന്ദര കേരളമെന്ന് ആവർത്തിച്ച് ഏറ്റുപാടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ അധികം ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അരിയില്ലാഞ്ഞിട്ടാണോ? തുണിയില്ലാഞ്ഞിട്ടാണോ? ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ടാണോ? ഇവിടെ പാർപ്പിടമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എന്താണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത്? ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയുമല്ല. പിന്നെന്താണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. കേരളത്തിന്റെ 14 ജില്ലകളിൽ താമസിക്കുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 115 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ലോകത്തിൽ ഏതാണ്ട് 800 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നതും അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആവശ്യമെന്ന് പറയുന്നത് ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് വരികിൽ അതിന് തടസ്സമായ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇവിടെ എങ്ങനെയാണ് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്? കർമ്മ പദ്ധതികൾ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് പാപത്തെ വെറുക്കുന്നവരെങ്കിലും പാപിയെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവം യേശുക്രിസ്തുവിനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ക്രിസ്തുവിന്റെ